അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വിഷലിപ്തമായ പ്രചാരണം, മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം, ആ രീതിയിലേക്ക് ഇവിടെ പല കോണിൽ നിന്ന് ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന വാട്സപ്പ് നമ്പർ അടക്കം ചൂണ്ടിക്കാട്ടി LDF പോലീസിന് പരാതി കൊടുക്കുന്നൊരു സാഹചര്യവും ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുകയുണ്ടായല്ലോ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ നടത്തി വിജയിച്ചു എന്ന് കരുതുന്നവർ അതേ ഫോർമുലയുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ താൽക്കാലിക ചില വിജയങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേടാൻ കഴിഞ്ഞു, അതൊരു ബേസിക്കായി കിട്ടി എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയ സംഘം വളരെ അടിത്തറയോടെ ആ പ്രചരണ വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണ്. പക്ഷേ ഞാനതാ പറഞ്ഞത്, ഒരു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിനെ തികഞ്ഞ രാഷ്ട്രീയം പറയാനും സംശുദ്ധമായ രാഷ്ട്രീയം പറയാനും ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത അതാണല്ലോ. സ്ഥാനാർത്ഥി ഞാനൊരു ദീർഘമായ 2 പതിറ്റാണ്ടിലേറെ കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെയും നിയമസഭയിലെ അടുപ്പമുള്ള ഒരാളാണ്. അമാന്യമായിട്ടുള്ള ഒരു വാക്കുപോലും അദ്ദേഹം ഒരു ഘട്ടത്തിലും പറഞ്ഞതായിട്ട് നിങ്ങളെവിടെയും കേട്ടിട്ടില്ല. ആ മാന്യമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമാണ് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പക്ഷേ അത് തകർക്കാൻ കഴിയും വിധമുള്ള ശക്തി ഇതൊന്നും നിലമ്പൂരുകാരെ അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുമോ? നിലമ്പൂരുകാർ എത്ര മോശക്കാരാണ്, എന്ത് പറ്റിയപ്പം നടത്തിയാലൊരു പ്രശ്നമില്ലാത്ത, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം നിലമ്പൂരിൻ്റെ മഹനീയമായിട്ടുള്ള പാരമ്പര്യമാണല്ലോ. അതിനങ്ങനെ അപമാനിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ജനങ്ങളത് പൊറുക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല.